താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പള്ളിമേടിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഗ്രാമത്തിൽ വാർത്ത കാറ്റിനേക്കാൾ വേഗത്തിൽ പടർന്നു. വൈകുന്നേരം ചായക്കടയിൽ നിന്ന് കുളത്തിനരികിലെ വറ്റന്തറയിലേക്കും ഒരേ വിഷയം. സേവിയും ഇഷാനിയും. ഒരാൾ പറയുന്നത് മറ്റൊരാൾ വളർത്തി പറഞ്ഞ്, ചിലർ ആശങ്കയോടെ, ചിലർ ആവേശത്തോടെ, ചിലർ കടുപ്പത്തോടെ. അടുത്ത ദിവസം രാവിലെ രാജ്യമ്മയുടെ വീട്ടിൽ കൂടി ചർച്ച നടന്നു. മൂർത്തി അങ്കിളും കറിയാച്ചനും രാജ്യമ്മയും ശ്രീകുട്ടിയും എല്ലാവരും ഒരുമിച്ചിരുന്നു. രജിസ്റ്റർ വിവാഹം എവിടെ വെച്ചാ നടത്തുന്നത്? ടൗണിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ തന്നെ, കറിയാച്ചൻ പറഞ്ഞു. തീയതി നോക്കണം, രാജ്യമ്മ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര പേര് വരുന്നു ഞാൻ പറയാം. അധികം ബന്ധുക്കളൊന്നുമില്ല, അത്യാവശ്യം വേണ്ടപ്പെട്ടവർ മാത്രം. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എല്ലാവരെയും വിളിക്കണം, നാട്ടുകാരെയും ബന്ധുക്കളെയും. എൻ്റെ മകന്റെ വിവാഹം ആഘോഷിക്കണം. അതെന്റെ സന്തോഷ. കറിയാച്ചൻ മുതലാളി പറയുന്ന കേട്ടപ്പോൾ ശ്രീകുടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതപ്പച്ചൻ പറയുന്ന നേരാ, റിസപ്ഷൻ ഗ്രാൻഡ് ആയിരിക്കണം. ഇഷാനി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലളിതമായ ചടങ്ങ് മതി എന്നാ എനിക്ക്. ഇനിയല്ല അപ്പച്ചന്റെ ഇഷ്ടം. പക്ഷെ സേവിച്ച സമ്മതിക്കില്ല മോളെ. നമുക്ക് ആഘോഷമായിട്ട് നടത്താം. അതെല്ലാം അപ്പച്ചനേറ്റു. സേവിച്ചനും ജോസൂട്ടിയും മാമിയും അപ്പച്ചയും കൂടി വന്നോടെ അവരെല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുത്തു. വിവാഹ തീയതി നിശ്ചയിച്ചു. അടുത്ത മാസം 10 രജിസ്റ്റർ ഓഫീസ് രാവിലെ 9 മണിക്ക്. എല്ലാവരും ചായയും പലഹാരങ്ങളും കഴിച്ച് തിരിച്ചുപോയി. പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഇഷാനി. ഓഫീസിലെ ഒരു കാര്യം മുടക്കം വരുതെന്ന് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങൾ ഇഷാനിക്കും സേവിക്കും അല്പം വ്യത്യസ്തമായിരുന്നു. ഓഫീസിൽ തമ്മിൽ കാണുമ്പോൾ പതിവില്ലാത്ത നാണവും ചമ്മലും. പതിവ് പോലെ ഇഷാനി ഓഫീസിലേക്ക് എത്തി. ലാപ്ടോപ്പ് തുറന്ന് ഫയലുകൾ പരിശോധിച്ചു. മീറ്റിങ്ങുകൾ, മെയിലുകൾ, ക്ലയന്റ് കോളുകൾ ഒന്നും മുടക്കമില്ല. സേവി തന്റെ ക്യാബിലിരുന്നുകൊണ്ട് ഇടയ്ക്കിടെ ഗ്ലാസ് ഡോറിലൂടെ നോയിക്കൊണ്ടിരുന്നു. ആൾക്ക് തിരക്കാണോ എന്ന്. മധ്യാഹ്നത്തിൽ എല്ലാവരും ലഞ്ചിനായി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഓഫീസിൽ ചെറിയ നിശബ്ദത. ഇഷാനി ഫയലുകളും അടച്ചു. ആൾ സേവിയുടെ ക്യാബിനിലേക്ക് നടന്നു. മിസ്റ്റർ സേവി, നിങ്ങൾക്ക് 2 മിനിറ്റ് സമയമുണ്ടോ? ആൾ ഔദ്യോഗികവാദത്തിൽ ചോദിച്ചു. സേവി ചിരിച്ചു. ഒഫീഷ്യലാണോ അല്ലെങ്കിൽ പേഴ്സണൽ? രണ്ടും. ആൾ കസേരയിലിരുന്നുകൊണ്ട് പറഞ്ഞു. ശരി, ആദ്യം ഒഫീഷ്യൽ പറയും, ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. സേവി പറഞ്ഞു. ഒഫീഷ്യൽ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനി പേഴ്സണൽ. ആളൊരു നിമിഷം മിണ്ടാതെ നിന്നു. സേവി, നമ്മൾ ശരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നു അല്ലേ? സേവി ചിരിച്ചു. നീ ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തവളല്ലേ? അതറിയാം, പക്ഷെ ഇപ്പൊ തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി പ്രണയിച്ചിട്ട് മതിയായിരുന്നു എന്ന്. ആളുടെ വാക്കുകളിൽ ഒരു നിരാശ. അതിനെന്താ പെണ്ണെ, നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവൻ എഴുന്നേറ്റ് ആളുടെ അടുത്തേക്ക് ചെന്ന് ആളുടെ അടുത്തായി കസേരയിലിരുന്നു. ആളുടെ വലത് കൈയിൽ അവൻ സാവധാനമായി പിടിച്ചു. അവൾ ആദ്യം നോക്കിയില്ല. മുഖം ചെറുതായി തിരിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പുറത്ത് മഴ പെയ്യാൻ ഒരുങ്ങുന്ന മേഘങ്ങൾ ആകാശം മൂടി. മൃദുവായ കാറ്റിൽ കർട്ടൻ ആടി ഉലഞ്ഞു. എന്താ ഇത്രയും ചിന്ത? അവൻ അവളുടെ കാതിലടക്കം ചോദിച്ചു. അവളൊരു ദീർഘശ്വാസം വിട്ടു. ഒന്നുമില്ല, പക്ഷെ ചിലപ്പോൾ തോന്നും നമുക്ക് കുറച്ചുകൂടി സമയം എടുത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒരുമിച്ച് നടന്നിരുന്നെങ്കിൽ, ചില നിമിഷങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോയില്ലായിരുന്നെങ്കിൽ. അവൻ പുഞ്ചിരിച്ചു. ആൾ കൈ പിടിച്ചിരുന്ന് വിട്ടില്ല. നിമിഷങ്ങൾ പോകും, പക്ഷെ നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഇന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആൾ അവനെ നോക്കി. കണ്ണുകളിൽ നനവ്, പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നു ഒരു സ്നേഹത്തിന്റെ തിളക്കം. വിവാഹം കഴിഞ്ഞ ഈ ആവേശമൊന്നും ഉണ്ടാവില്ല. ആൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അതൊക്കെ നിന്റെ തോന്നല, നമ്മൾ എന്നും ഇങ്ങനെ ആയിരിക്കും പോരെ? അവൻ കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നിരുന്നു. ആളുടെ കൈ തന്നെ 2 കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എൻ്റെ കൂടെ ഇരിക്കുന്നത്രയും ഈ സന്തോഷം നിലനിൽക്കും. നമ്മൾ തമ്മിലുള്ള പ്രണയവും എന്നും ഇങ്ങനെ ആയിരിക്കും. അതൊക്കെ നമ്മുടെ സ്വന്തം ലോകം. ആളുടെ വിരലുകൾ അവന്റെ വിരലുകൾക്കിടയിലൂടെ കോർത്തു വലിച്ചു. എനിക്ക് നിനക്കൊപ്പിരിക്കുമ്പോൾ സമയം നിൽക്കുന്ന പോലെ തോന്നും, അവൾ പറഞ്ഞു. ദേ പെണ്ണെ, എനിക്ക് ഈ ഭാഷയൊന്നും വാശിയില്ല കേട്ടോ. എനിക്കിപ്പോൾ തോന്നുന്ന വികാരം എന്താന്ന് പറയട്ടെ? അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആൾ അവനെ നോക്കി നെറ്റി വിളിച്ചു. മഴയുടെ ശബ്ദവും അവരുടെ നിശബ്ദതയുമായി കലർന്നുപോയി. ഞാനൊന്ന് ഉമ്മ നോക്കട്ടെ? അവന്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിൽ വന്ന് അതുവരെ തോന്നാത്ത ചിന്തയായിരുന്നു ആൻസി ചെയ്ത പ്രവൃത്തി. എന്തായാലും അങ്ങനെ ഒരു സംശയം ഉള്ളിൽ കിടക്കുന്ന തുറന്നു ചോദിക്കാൻ അതൊരു അവസരമായി കണ്ടവൾ. ഇതുപോലെ തന്നെയാണോ ഈ ഓഫീസ് മുകളിൽ ചാൻസിയോടും പെരുമാറിയിട്ടുള്ളത്? അവളുടെ ചോദ്യം കേട്ട് അവന്റെ മുഖം ചുവന്നു. നീ അതൊന്നും മറന്നിട്ടില്ലല്ലേ? അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതി ഇനി സംസാരം. കയ്യിലെ പിടുത്തമിട്ട് എഴുന്നേറ്റവൻ CCTV ദൃശ്യങ്ങൾ തിരഞ്ഞു. മാസങ്ങൾക്ക് മുമ്പുള്ളത് എടുക്കാൻ കുറച്ച് താമസം എടുത്തു. അവൻ ആൾക്കൊമ്പിലേക്ക് നീക്കി വെച്ച് മോണിറ്റർ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ നിമിഷം അവളുടെ മുഖത്ത് ആശങ്കകൾ ഒഴിഞ്ഞു പോകുന്നു പുഞ്ചിരി തെളിയുന്നതും കണ്ടവൻ. എന്തെങ്കിലും ഒരിക്കൽ നീ ഇത് ചോദിക്കുന്ന എനിക്കറിയായിരുന്നു, പുഞ്ചിരിയോടെ പറഞ്ഞവൻ. അവൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. കുറെ നാളായി മനസ്സിലിട്ട് നടന്നൊരു ചോദ്യം, ഇന്ന് അതിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. ആളൊന്ന് കുനിഞ്ഞു. അവന്റെ ഇരുകവളിലും പിടിച്ച് ആ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. ഒരു നിമിഷം ഇരുവരുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി.
അവളുടെ ആദരവനെ നെറ്റിയിൽ പതിഞ്ഞു. ഈ സമയം ക്ഷണപത്രം ഡിസൈൻ ചെയ്യാൻ കൊടുക്കുകയായിരുന്നു മൂർത്തിയങ്ങളും കറിയാച്ച മുതലാളിയും. അതിൽ 2 ചിഹ്നങ്ങൾ, ഒരു കുരിശും ഒരു ദീപവും. താഴെ എഴുതിയിരുന്നത് സ്നേഹത്തോടെ ഒന്നാവുന്നു. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ കാഞ്ഞിരമറ്റൽ തറവാട്ടിൽ നടക്കുന്നു. തന്റെ ഒറ്റമകൻ സേവിയുടെ വിവാഹം ആ കരകണ്ടതിൽ മനോഹരമായിരിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു കറിയാച്ച മുതലാളിക്ക്. സേവി, ഫോണിൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാം. കയ്യിലൊരു വലിയ ഡയറി, അതിൽ വർഷങ്ങളായി ചേർത്ത് വെച്ച പേരുകളും നമ്പറുകളും. ഒരുപാട് അകലെയുള്ളവർക്ക് ഫോൺ ചെയ്ത് പറയാം. വേണ്ടപ്പെട്ടവരെയൊക്കെ ചെന്ന് വിളിക്കുക വേണം. അപ്പം പറഞ്ഞതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല അവന്. എല്ലാത്തിനും കൂടി സമയം കിട്ടത്തില്ലപ്പാ, വിളിച്ചോറിയില്ലേ നല്ല വർക്കിച്ചായനെ ഓർക്കണ്ട. അപ്പന്റെ ഭാര്യകാല സുഹൃത്താണ് വർക്കിച്ചായൻ, സേവി ഓർമ്മിപ്പിച്ചു. ചിലരെ നേരിട്ട് ക്ഷണിക്കുന്നതായിരുന്നു കറിയാച്ചന്റെ പിടിവാശി. വിവാഹം എന്നത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ലടാ. നേരി ചെന്ന് പറയേണ്ടവരോട് അത് പറയുന്നേ വേണം. സമയം നമ്മൾ ഉണ്ടാക്കും, അദ്ദേഹം ഉറപ്പിച്ചു. എന്നാ പിന്നെ അപ്പനെന്നെ വെച്ചാൽ ചെയ്യും. ഒടുക്ക അങ്ങനെ പറയേണ്ടി വന്നവന്. പിന്നെ നാളെ പെയിന്റിങ്ങിന് ആളുകൾ വരും. നിന്റെ അമ്മായിയോട് നാളെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, അവള് വരും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. അപ്പച്ചൻ പറയുന്ന കേട്ട് സേവി നെഞ്ചിൽ കൈവച്ചു. അല്ല, നിങ്ങൾ ആംഗ്ലയും പെങ്ങളും എപ്പോ ഒന്നായി? കീരിയും പാമ്പോലെ നിന്നിരുന്നവളല്ലേ കൊച്ചമ്മണി? സേവി അതിശയത്തോടെ ചോദിച്ചു. ഞാൻ അവളെ പോയി കണ്ടടാ. നിന്റെ അമ്മച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു അവൾക്ക്. അവളുടെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളെ കൊണ്ടുവന്ന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു കൊച്ചുമണിക്ക്. നിന്റെ അമ്മച്ചിയുടെ മരണം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നല്ലോ. അത് പറയുമ്പോൾ അപ്പന്റെ സ്വരമിടറി പോയതറിഞ്ഞു സേവി. തങ്കച്ചി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ മേരി കുച്ചമായിട്ടാകുന്ന ഏറെ വേദനിപ്പിച്ച് എൻ്റെ പെങ്ങൾ തന്നെയായിരുന്നു. അതായിരുന്നു അവൾക്ക് എന്നോടുള്ള ദേഷ്യം. ഏട്ടനേക്കാൾ ഇഷ്ടം അവൾക്ക് ഏടത്തിയായിരുന്നല്ലോ. തങ്കച്ചി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ നശിപ്പിക്കാനായിരുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ വന്ന് ചായ കുടിക്കാനൊക്കെയാണ് സേവി. അപ്പൻ മുറിയിലുണ്ട്. വീട്ടുമുറ്റത്തൊരു കാർ എത്തിയെന്ന ശബ്ദം. സേവി തിരിഞ്ഞു നോക്കി. വെള്ളസാരിയിൽ മുടി പിണഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഇറങ്ങി വന്ന കൊച്ചുമണിയായിരുന്നു. ഒരു കാലത്ത് ഈ വീട്ടിൽ കാൽ വെക്കാൻ പോലും വിസമ്മതിച്ചിരുന്ന ആൾ. കൊച്ചമണി അകത്ത് കിടന്നപ്പോൾ കറിയാച്ചൻ എഴുന്നേറ്റു. നിമിഷ നേരം ഇരുവരുടെയും കണ്ണുകൾ കൂട്ടിക്കലർന്നപ്പോൾ പഴയ ദേഷ്യങ്ങളും വിരോധങ്ങളും മങ്ങിത്തുടങ്ങുന്ന പോലെ. വന്നോ കൊച്ചുമണി? ശബ്ദത്തിൽ മൃദുത്വം. വരേണ്ടതല്ലേ ഏട്ടാ, സേവിയുടെ കല്യാണല്ലേ? അവൾ ശാന്തമായി മറുപടി പറഞ്ഞു. അവൾ വന്നോടെ വീട്ടിലൊരു മാറ്റം ഉണ്ടായി. സേവി വരാതിൽ നിന്ന് അമ്മായിയെ നോക്കി. അപ്പന്റെ മുഖത്ത് ഏറെ നാളുകൾക്ക് ശേഷം ഒരു ആശ്വാസം. അത് കണ്ടപ്പോൾ സേവിയുടെ നെഞ്ചു നനഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ കൊച്ചുമണി വീട്ടിൽ തന്നെ തങ്ങി. ബന്ധുക്കൾ നേരിൽ ചെന്ന് ക്ഷണിക്കാനുള്ള പരിപാടിയിൽ അവൾ തന്നെ മുന്നിൽ നിന്നു. ഇവരെ ഞാൻ പോയി വിളിക്കും, ഇവിടേക്ക് ഏട്ടൻ പോകണം, പഴയ കൂട്ടുകാരെ കണ്ട സന്തോഷം ഉണ്ടാവും. കറിയാച്ചൻ ചില വീടുകളിൽ ചെന്നപ്പോൾ വർഷങ്ങളായി ഭംഗിയ ബന്ധങ്ങൾ വീണ്ടും പുതുക്കപ്പെട്ടു. കറിയാച്ച, നീ തന്നെ വന്ന് വലിയ കാര്യം, പലരും പറഞ്ഞു. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതുജീവൻ നിറച്ചു. കൊച്ചുമണി വീടിന്റെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യം ചെയ്തു. പന്തൽ പണിയാവുന്നവരോട് അളവുകൾ പറഞ്ഞു കൊടുത്തു. സ്റ്റേജിന്റെ അലങ്കാരത്തിന് വേണ്ട പൂക്കൾ തിരഞ്ഞെടുത്തു. സേവിക്കും പെണ്ണിന് ഇരിക്കാൻ വലിയ സോഫ വേണം, ലളിതമായിട്ടുള്ള അലങ്കാരം മതി, ഭംഗി അതിൽ തന്നെയാണ്. സേവ് പലപ്പോഴും അതിശയത്തോടെ നോക്കി. ഒരു കാലത്ത് അപ്പനോട് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അവർ. ഇപ്പോൾ ഓരോ കാര്യത്തിൽ അപ്പന്റെ അഭിപ്രായം ചോദിക്കുന്നു. മക്കളെന്താ കൂടെ വരാതിരുന്ന ചോദ്യത്തിന് മക്കളൊക്കെ സമയമാകുമ്പോൾ വരുമെന്നാണ് കൊച്ചുമണിയുടെ ഉത്തരം. അമ്മായി വന്ന വിവരം ഇഷാനി അറിയിച്ച സേവി. ആർക്കും സന്തോഷമായിരുന്നു. അപ്പന്റെ ഒരേ ഒരു പെങ്ങളാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ നിൽക്കുന്നത്. വേദന തന്നെയായിരുന്നു. എന്തായാലും വഴക്ക് മാറിയില്ലെന്ന ആശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അന്ന് രാത്രി സേവി മുറിയിൽ കിടന്നെങ്കിലും ഉറങ്ങാനായില്ല. വീട്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ, പന്തൽ കെട്ടുന്ന മരം തറക്കൽ, അടുക്കളയിൽ പാത്രങ്ങൾ ഇടിക്കുന്ന ശബ്ദം, കൊച്ചുമണിയുടെ നിർദ്ദേശങ്ങൾ എല്ലാം കൂടി ഒരു പുതിയ കുടുംബത്തിന്റെ സ്വരം പോലെ തോന്നി. അവന്റെ ഹൃദയത്തിൽ ഒരേ ഒരു വേദന മാത്രം. ഈ സമയം തന്നെ അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അവന്റെ കണ്ണുകളിൽ മെഴുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. ഈ സമയം മേരിയമ്മ തന്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. മേരിയമ്മയെ കൊണ്ടുപോവാൻ മൂർത്തിയുടെ കാറെത്തി. രിക്കു, നീ കരയാതെ, ഞാൻ തിരിച്ചു വരും. എല്ലാം അറിയില്ലേ? അറിഞ്ഞിട്ട് നീ ഇങ്ങനെ കരഞ്ഞെനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റുമോ? കരയുന്ന ആ സ്ത്രീയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു മേരിയമ്മ. ശരി, ഇറങ്ങാം. രിക്കു, വാക്കിംഗ് സ്റ്റിക്ക് എടുക്ക്. വെപ്പുകാരന്റെ സഹായത്തോടെ നടക്കാൻ കഴിയുമെങ്കിലും വാക്കിംഗ് സ്റ്റിക്ക് നടക്കുമ്പോൾ നിർബന്ധമാണ് അവർക്ക്. ഒരിക്കൽ വീണുപോയതല്ലേ, ഇനി വീണു പോവാതിരിക്കാൻ ഒരു മുൻകരുതൽ. രിക്കു സാരി തലപ്പുകൊണ്ട് മുഖം തുടച്ചു. ബാഗുകൾ കാറിലെടുത്ത് വെച്ചു. അവർ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചു. പിൻസീറ്റിലേക്ക് ആയാസപ്പെട്ട് കയറിയിരുന്നു മേരിയമ്മ. ഞാൻ തിരികെ വരും, ഈ വീട് നന്നായി നോക്കണം കേട്ടോ. പുഞ്ചിരിയോടെ മേരിയമ്മ പറഞ്ഞപ്പോൾ വേദനയോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി രുക്കു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു മൂർത്തി. പോവാ മൂർത്തി, മേരിയമ്മ നിറകണകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. മൂർത്തി കാറ് മുന്നോട്ടെടുത്തു. ഇനി 4 ദിവസം കൂടി, അത് കഴിഞ്ഞ ഈ അജ്ഞാതവാസം കഴിയുമല്ലേ മൂർത്തി? മേരിയമ്മ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിൽ ചോദിച്ചു. 4 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ കാഞ്ഞിൽ മറ്റേ തറവാട്ടിൽ ചെന്നിറങ്ങാൻ വേണ്ടത്. അത് മേരിക്കൊച്ചു സമ്മതിക്കില്ലല്ലോ. മൂർത്തി തന്നെ താല്പര്യമില്ലായ്മ വ്യക്തമാക്കി. ഒരിക്കലും ഞാൻ ആ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു പോയില്ല മൂർത്തി. എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീ എനിക്ക് പകരമായി കൊണ്ടുവന്ന തറവാടാത്. കാര്യം അതിൻ്റെ തറവാടാണെങ്കിലും എനിക്ക് അവിടെ പോകാൻ വയ്യ. മൂർത്തി എനിക്കുള്ള താമസസ്ഥലമൊക്കെ ഓക്കെ ആക്കിയിട്ടില്ലേ? ആറ് നെറ്റി വിളിച്ചുകൊണ്ട് മൂർത്തിയോട് ചോദിച്ചു.
എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പണ്ട് അപ്പച്ചനും അമ്മച്ചിയും മേരിക്കുച്ചും താമസിച്ചിരുന്ന പഴയ തറവാട് വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ആരും കയറി വരാത്ത സ്ഥലമായതുകൊണ്ട് അറിയയില്ല. അടുത്ത വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് വാടക കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ അവിടെയുള്ളവർക്കൊന്നും മേരിക്കുച്ചിനെ അറിയില്ലല്ലോ. സെക്യൂരിറ്റിക്കാർ രണ്ടുപേരും അവിടെയുണ്ട്. അവരുടെ അനുവാദം ഇല്ലാതെ ആരും അത്തടക്കില്ല. എല്ലാം ഓക്കെയാണ്. രജിസ്റ്റർ ഓഫീസിൽ കൃത്യസമയത്ത് എത്തിക്കാൻ കാറും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവിച്ചെൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവന് സംശയം തോന്നി. എന്തായാലും പൊട്ടിത്തെറി ഉറപ്പാ. തങ്കച്ചിയും സഹോദരന്മാരും മേരിക്കുച്ചിന്റെ തിരിച്ചുവരവിൽ പതറി വീഴും. അവര് കൊന്നുകളഞ്ഞ ആള് ജീവനോടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആരായാലും പതറിപ്പോകുമല്ലോ. എന്തിനാ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ പോക്ക് നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതിയായിരുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് അവരെ കൈയോടെ അകത്താക്കായിരുന്നു. വിവാഹം ഒരു തടസ്സം കൂടാതെ നടക്കുകയും ചെയ്യും. മൂർത്തി തന്റെ സംശയം വീണ്ടും വെളിപ്പെടുത്തി. അങ്ങനെ ചെയ്താൽ അവർ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. അത് പാടില്ല. ഞാൻ അനുഭവിച്ച വേദന അത് അവരറിയണം. ഇഞ്ചിഞ്ചായി കൺമുമ്പിൽ കിടന്ന് നരകിക്കണം തങ്കച്ചി. സഹോദരന്മാർ അവരെ തള്ളിപ്പറയണം. എന്റെ കുടുംബം ഇല്ലാതാക്കിയതുപോലെ അവരുടെ തറവാട് ഞാൻ കുളന്നുകൊണ്ടും. 1, 2 അല്ല, നീണ്ട 12 വർഷങ്ങൾ ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കാൽ. അത് പറയുമ്പോൾ അവരൊന്ന് കിതച്ചു. മേരി കൊച്ചിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലായ മൂർത്തിക്ക് മേരിയമ്മയുടെ തിരിച്ചുവരവ് വെറും വരവല്ല, അതൊരു 12 വർഷത്തെ കാത്തിരിപ്പിന്റെ കണക്കെടുപ്പാണ്. യാത്രയുടെ ഇടവേളയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയിരുന്നു. രാത്രിയോടെ അവർ നാട്ടിലെത്തി. കാറ് ദൂരത്ത് നിർത്തി. മേരിയമ്മ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് ഇറങ്ങി. ദൂരെ നിന്ന് മേരിയമ്മ കാഞ്ഞിന് മറ്റേ തറവാട് നോക്കി. ആ തറവാട് ഒരിക്കലും അവളുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും സ്നേഹവും നിറഞ്ഞിരുന്ന വീട്. വിവാഹം കഴിഞ്ഞ് സേവിയുടെ അപ്പച്ചൻ തനിക്കൊപ്പം താമസിക്കാൻ വന്ന ആദ്യ ദിവസം ഓർത്തു അവർ. താൻ ഒറ്റമകളായതുകൊണ്ട് തന്റെ അപ്പൻ പ്ലാന്റർ ചാണ്ടി വില കൊടുത്തു വാങ്ങിയ ദത്ത് മരുമകൻ. അതോർക്കെ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇന്ന് അതേ വീട് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തന്റെ മകന്റെ വിവാഹം ആഘോഷിക്കാൻ. സേവി അവരുടെ ആദരങ്ങളിൽ ഒരു വിറയിൽ. മുറ്റത്ത് ആളുകൾ തിരക്കിലാണ്. പന്തൽ പണിയുന്നു, പെയിന്റിങ്. അവസാനത്തെ മിനുക്കുപണികളിൽ വീട് പുതുപുത്തനായി. അവരുടെ മനസ്സിൽ മാത്രം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്റെ മകൻ എന്നെ ഓർക്കുന്നുണ്ടോ? അവരുടെ കണ്ണുകൾ മുറ്റത്ത് ആർത്തിയോടെ തിരഞ്ഞു തന്റെ മകനെ. ഒരു നിമിഷം പടിക്കൽ നിന്നിറങ്ങി വരുന്ന യുവാവ്, വെളുത്ത ചുബയും മുണ്ടും, ഉയരം, നടപ്പിലെ ആത്മവിശ്വാസം. മേരിയമ്മ ശ്വാസം നിർത്തി. മൂർത്തി, അവൻ ഫോണിൽ മകനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണുന്ന 12 വർഷങ്ങൾക്ക് ശേഷം അമ്മ തന്നെ മകനെ കാണുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നു. മരിച്ചെന്ന് കരുതി തന്നെ അമ്മ കുറച്ചടി ദൂരത്ത് ജീവനോട് നിൽക്കുന്നു എന്നറിയാതെ മേരിയമ്മയുടെ കൈ കാറിന്റെ ഗ്ലാസ്സിൽ ചേർത്തു. ഇനിയും 4 ദിവസം. അവരുടെ ശബ്ദമുറച്ചു. വിവാഹ ദിവസം എല്ലാവർക്കും മുമ്പിൽ ഞാൻ വരും. ആരാണ് അടിപത്രി വീഴുന്നതെന്ന് കാണണം, മനസ്സിൽ പറഞ്ഞവർ. പോവാൻ മൂർത്തി. അവർ പതിയെ കാറിൽ കയറി. കാർ അവിടുന്ന് നീങ്ങി. 1 മണിക്കൂർ കൂടി യാത്ര കഴിഞ്ഞ് പഴയൊരു തറവാട് വീടിന് മുമ്പിൽ നിന്നു. 40-45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഒപ്പം അവരുടെ ഭർത്താവിനും തോന്നിക്കുന്ന ഒരാളും. ക്ലാരയും ബെഞ്ചമിനും മേരിയമ്മയുടെ സഹായികളാണ്. കാറിൽ നിന്നിറങ്ങാൻ ആ സ്ത്രീ സഹായിച്ചു. ആ വീടിന്റെ മുറ്റത്തുനിന്ന് മേരിയമ്മ ചുറ്റും നോക്കി. തന്റെ ബാല്യകാലത്തെ ഓർമ്മകളുടെ ഗന്ധമുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് ചാണ്ടിയും ശോശാമയും ജീവിതം തുടങ്ങിയത്. അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് മേരി കൊച്ചി കടന്നു വന്നു. ഓരോർമ്മയായി അവരുടെ മനസ്സിൽ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു. താൻ പിച്ച വെച്ച് നടന്ന മുറ്റം, അപ്പനെയും അമ്മയുടെയും വിരൽ തൂങ്ങി നടന്ന ബാല്യം. ഒരു ദീർഘശ്വാസം എടുത്തു അവർ. തന്റെ വിവാഹപ്രായമായപ്പോഴാണ് കുറച്ചുകൂടി വലിയ വീട് വേണമെന്ന ആഗ്രഹത്തിൽ അപ്പൻ കവലയിൽ സ്ഥലം വാങ്ങിയത്. വിവാഹം പുതിയ വീട്ടിൽ വെച്ചായിരുന്നു. അമ്മയുടെ പേരിലായതുകൊണ്ട് ഇപ്പോഴൊരു മാറ്റമില്ലാതെ കിടക്കുന്നു. അകത്തേക്ക് പോവാം. മൂർത്തി അങ്കിൾ പറഞ്ഞപ്പോൾ പടികൾ കയറാൻ ക്ലാര അവരുടെ കൈ പിടിച്ചു. ഹാളിലേക്ക് കടന്ന് സെറ്റിലിരുന്ന മേരിയമ്മ, ഞാൻ ഫയൽ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് മൂർത്തി ഇടനാളിലൂടെ പോയി ഏതോ മുറിയിലേക്ക് കയറി. തടിയലമാരിൽ സൂക്ഷിച്ച ഫയൽ എടുത്ത് തിരികെ വന്നു. മഞ്ഞ പിടിച്ച പേപ്പറുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, പഴയ ഫോട്ടോകൾ, ബാങ്ക് രേഖകൾ, ഒരു പഴയ പത്രകഷ്ണം. മേരിയമ്മ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത. അപകടം? അവർ ചിരിച്ചു. അപകടമല്ല, ആസൂത്രണം. എല്ലാ തെളിവുകളും റെഡിയാണ്, മൂർത്തി പറഞ്ഞു. ഡോക്ടർ സ്റ്റേറ്റ്മെന്റ്, അന്ന് നിങ്ങളെ ചികിത്സിച്ച നഴ്സ്, ആംബുലൻസ് ഡ്രൈവർ, അവർ സാക്ഷി വരാൻ തയ്യാറാണ്. കൊക്കയിലേക്ക് വീണ പുഴയിലൂടെ കുറേ ദൂരം ഒഴുകിപ്പോകുന്നു. മരിച്ചെന്ന് കരുതി ആദിവാസികൾ പുഴയിൽ നിന്ന് എടുക്കുന്നു. അബോധാവസ്ഥയിലായിരുന്നു കുറേ വർഷങ്ങൾ. ഓർമ്മ വരുമ്പോൾ കാലം കുറേ മുന്നോട്ട് പോയിരുന്നു. അതാണ് നമ്മൾ പറയാൻ പോകുന്ന കഥ. കൂടെ നിൽക്കുന്നവരെല്ലാം വിശ്വസ്തരാണ്. മേരിയമ്മയുടെ കണ്ണുകൾ ഉറച്ചു. ആദ്യമേ എന്ത് ചെയ്യണം? രജിസ്റ്റർ ഓഫീസിൽ പോകണം. മേരി കൊച്ചു മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് നിയമപരമായി തെളിയിക്കണം. എല്ലാ രേഖകളും റെഡിയാണ്. നാളെ രാവിലെ നമുക്ക് പോകണം. എല്ലാം റെഡിയാണ്. ഇന്നത്തെ ഒരു രാത്രി കൂടി മേരി കൊച്ചിന് അജ്ഞാതവാസം. പിറ്റേ ദിവസം രാവിലെ തന്നെ മൂർത്തിയെത്തി. രജിസ്ട്രാർ മേരിയമ്മയെ കണ്ട് ബോധ്യപ്പെട്ടു. രജിസ്ട്രാർ അവളെ നോക്കി ഞെട്ടി. ഇത് നിങ്ങൾ? അതെ, മരിച്ചെന്ന് കരുതിയ മേരിയമ്മ. മൂർത്തി എല്ലാ രേഖകളും മുന്നിൽ വെച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പേഷ്യന്റ് സർവൈവ്ഡ്, ഫോറൻസിക് റിപ്പോർട്ട്, ഡെത്ത് നോട്ട് കൺഫേംഡ്, കോടതി അഫിഡവിറ്റ്. രജിസ്ട്രാർ ഒപ്പുവെച്ചു. ഇനി നിങ്ങൾ നിയമപരമായി ജീവനോടെ. മേരിയമ്മയുടെ കൈകൾ വിറച്ച്. 12 വർഷം നീണ്ട നിഴൽ ഇന്ന് അവസാനിച്ചു. കാത്തിരിക്കാം.
മേരിയമ്മയുടെ കളികൾ തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.